കിണ്ണത്തിൽ തന്നെ വിട്ടുന്നത്. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. പഴഞ്ചൊല്ലിൽ പതിരായല്ലോ, തുലാ 10 കഴിഞ്ഞാൽ കിലാ 10ലും കിടക്കാന്നാ പറയുക. പക്ഷെ തുലാ 10 കഴിഞ്ഞിട്ട് മഴ തന്നെ മഴ. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. റോഡിലൊക്കെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പം നല്ല മഴയത്ത് രാവിലെ ചൂടോടുകൂടി ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചൂട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പുട്ടുണ്ടാക്കാം. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ദാ കൂട്ടുന്ന കോഴീൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ. പുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നിൽ നിന്ന് അടിച്ചമർത്തിയവരും പിന്നിൽ നിന്ന് കുത്തിയവരും ഒരുപാടുണ്ട്. അതാണ് പുട്ട്. അങ്ങനെ മുന്നിൽ നിന്ന് അടിച്ചമർത്തിയവരും പിന്നിൽ നിന്ന് കുത്തിയവരൊക്കെ ആരെങ്കിലും ഉണ്ടോ? പുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ച് പുട്ടുകുറ്റിയിലേക്ക് ഇങ്ങനെ പുട്ടിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കും, നാളികേരമൊക്കെ ഇട്ടിട്ട്. പിന്നെ ആവി വന്നതിന് ശേഷം പിന്നിൽ നിന്ന് അങ്ങോട്ട് കുത്തി കൊടുക്കും. അപ്പോൾ അതാണ് പുട്ട്. അങ്ങനെ ഓരോ ഉപമയൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. പുട്ടിലേക്ക് കഴിക്കാൻ നല്ല സൂപ്പർ കടലക്കറിയുണ്ട്. നാളികേരം ചേർക്കാതെ നന്നായിട്ട് കടലയൊക്കെ കുറുക്കിയെടുത്ത കടലക്കറി. അങ്ങനെ പുട്ടും കടലക്കറിയായിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. 3 കഷ്ണം പുട്ടുണ്ട്. 3 കഷ്ണം പുട്ട് കണ്ട ആരും ഞെട്ടണ്ട കേട്ടോ. എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ 3 കഷ്ണം പുട്ടൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. മഴയുണ്ട്, വെയിലും ഉണ്ട്. പുട്ടിന് പാത്രം നിർത്തില്ല, കിണ്ണത്തിൽ തന്നെ വിട്ടുന്നത്. നല്ല വെയിലതായിരുന്നു. വെയിലും മഴയും പുട്ടൻ്റെ കല്യാണം. അപ്പോൾ ഞാൻ പുട്ട് കഴിക്കുന്ന പാത്രം കണ്ടോ, സ്റ്റീലിൻ്റെ ചെറിയ കിണ്ണാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് കുത്തിയിട്ടത് ഈ കിണ്ണത്തിലേക്കാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൽ 3 കഷ്ണം പുട്ടുണ്ടായിരുന്നു, അതെനിക്കുള്ളതാണ്. അപ്പോൾ പിന്നെ വേറെ പാത്രം എടുക്കാനൊന്നും വയ്യ. ഈ കിണ്ണത്തിലേക്ക് തന്നെ കടലക്കറി വെച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. മടി തന്നെ വേറെ പാത്രം എടുക്കാൻ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കിണ്ണങ്ങൾ 2-3 എണ്ണം ഉണ്ട് കേട്ടോ. പിച്ചളേൻ്റെ ഉണ്ട്, ചെമ്പിൻ്റെ ഉണ്ട്, അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ കിണ്ണം. സാധാരണ കുളി കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറ് കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ന് കുളിയൊന്നും കഴിയാതെ രാവിലെ തന്നെ ആദ്യം ചായക്ക് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വേഗം കഴിച്ചിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ആ സമയത്താണ് വീടൊക്കെ ഒന്ന് ആകെ മൊത്തം ക്ലീൻ ആക്കിയത് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ക്ലീൻ ആക്കിയിട്ടില്ല എന്ന് പറയാൻ കാരണം ഫർണിച്ചറുകളൊന്നും തേച്ച് കഴുകിയിട്ടില്ല കേട്ടോ. ഓണത്തിൻ്റെ സമയത്തായിരുന്നു ഫർണിച്ചറുകളൊക്കെ തേച്ച് കഴുകിയതും പിന്നെ ആകെ മൊത്തം ഒന്ന് തട്ടലും കൊട്ടലൊക്കെ നടത്തിയത്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ ചെറിയ കുറച്ച് അൽക്കുലത്ത് പണികളാണ്. പിന്നെ അധികം പൊടികളൊന്നുമില്ല കേട്ടോ. പിന്നെ മഴയല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ നല്ല ഡീപ്പായിട്ട് ക്ലീനിങ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് എന്ന് പറയാൻ ഞങ്ങളുടെ ഫാനാണ് കേട്ടോ. ഫാൻ നന്നാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ ഓണത്തിൻ്റെ സമയത്ത് ക്ലീൻ ആക്കിയത് തന്നെയാണ്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞില്ലേ. അപ്പോൾ നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ ഫാനിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫാനൊക്കെ ഒരാഴ്ചയിൽ ഇങ്ങനെ പൊടി തട്ടിക്കളഞ്ഞാലേ അതൊന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാകുള്ളൂ. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊന്ന് ആകെ തട്ടലും കൊട്ടലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകമായിട്ടൊരു എനർജി വന്ന ദിവസമാണ്. അപ്പോൾ 3 കഷ്ണം പുട്ടൊക്കെ വെച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എനർജിയും കൂടി ഉണ്ടാവും. അപ്പോൾ അത് മൊത്തത്തിൽ ഇന്നിങ്ങനെ അങ്ങനെ തോന്നുമ്പോഴാണ് ഇതെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു താളം ചവിട്ടി പോലെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ക്ലീനാക്കാൻ ഒരുങ്ങുമ്പോൾ രാവിലെ ഒരുങ്ങുകയാണ് നല്ലത്. ഉച്ചയ്ക്ക് ശേഷമൊന്നും നടക്കില്ല. പിന്നെ ഇന്ന് രാവിലെ നല്ല മഴയെന്നു, മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. പിന്നെ നല്ല വെയിലിങ്ങനെ വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വേഗം ഇങ്ങനെ വൃത്തിയാക്കിയതാണ് കേട്ടോ. പിന്നെ ഏത് പണി എടുക്കുകയാണെങ്കിലും അതിന് ഞാനൊരു ടൈമിങ് വെക്കും കേട്ടോ. രാവിലെ ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി ചായ കുടിച്ചു. 8:30-ൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടി തട്ടാനും ഇതിനൊക്കെ ഒരുങ്ങിയതാണ്. ഒരു 9:30-10 മണീൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും തീർത്തിട്ട് വേണം എനിക്ക് അലക്കി കുളിക്കാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ടൈമിങ്ങൊക്കെ ഇങ്ങനെ കറക്റ്റാക്കിയിട്ടാണ് ഇങ്ങനെ ഓരോ പണിയെടുക്കുന്നത്. അങ്ങനെ റൂമിൽ തട്ടലും മുട്ടലും കഴിഞ്ഞു. ഇനി അടുത്തത് ഫാൻ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. ഫാൻ അത്യാവശ്യം പൊടിയുണ്ട്.
എങ്ങനെ ഈ പൊടി വരുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇതൊക്കെ പൊടിയാകാം. ഈ പാട്ടേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വായിൽ വന്ന് ഇങ്ങനെ തത്തി കളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പാട്ട് ഞാൻ ആദ്യമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അത്ര വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല, ഒരു പാട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീൽസിലൊക്കെ ഈ പാട്ട് വരുമ്പോൾ അപ്പോഴാണ് അതിന് ഭയങ്കരമായിട്ട് നല്ലൊരു സൗന്ദര്യം ഉള്ളത് മനസ്സിലായത്. നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ, നല്ല രസമുണ്ട്. അപ്പോൾ ആ പാട്ട് ഇങ്ങനെ കേട്ട് 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 ഇങ്ങനെ അപ്പം ഇങ്ങനെ പാടാൻ തോന്നിയപ്പോൾ പാടിയതാണ് കേട്ടോ. നമുക്ക് പാട്ട് പഠിച്ചിങ്ങനെ പാടാനേ അറിയുള്ളൂ. അതിൻ്റെ സംഗതി, ഈണം, താളം, പിന്നെ അതിൻ്റെ രൂപം ഭേദം, എന്താ എന്താ മഞ്ചരിയാണോ കാകളിയാണോ കല്യാണിയാണോ അങ്ങനെ അതൊന്നും അറിയില്ല. പാട്ട് പാടാനുള്ള കൊതി കൊണ്ട് ഇങ്ങനെ പാടിയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫർണിച്ചറൊക്കെ ഞാൻ കഴുകി ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാണ്. അങ്ങനെ വീടിൻ്റെ ഉള്ളിലത്തെ പണികളൊക്കെ ഒരുവിധം കഴിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കാണാം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മീനാണ്. ഇതാണ് മാന്ത. അതായത് ഇവിടെ ഇവർ ഈ മീനിനെ നങ്ക് എന്ന് പറയും, വലിയ നങ്ക് എന്ന് പറയും. ഞങ്ങൾ ഈ മീനിനെ മാന്തൾ എന്നാണ് പറയുക, മാന്തൾ. ഇവിടെ ഇവർ മാന്ത എന്ന് പറയും കേട്ടോ. ഇല്ല ഞങ്ങൾക്ക് പിന്നെ ചെറിയ മാന്തൾ, വലിയ മാന്തൾ. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ മാന്തളെ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനത്തെ വലിയ മാന്തൾ ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോഴാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മീനുകൾ ഇങ്ങനെ വെറൈറ്റി മീനുകളെ കാണുന്നതും വെറൈറ്റി പേരുകൾ കേൾക്കുന്നതും. ഏതായാലും മത്തിക്ക് അയിലയ്ക്കും മാത്രം പേര് മാറ്റല്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിന് നല്ല വില ഉണ്ട് കേട്ടോ. 3-4 മാന്തളുണ്ട്. അപ്പോൾ അതിതാ ഇങ്ങനെ തോലൊക്കെ ചീന്തി വൃത്തിയാക്കി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ. മീൻ നന്നാക്കാൻ പുറത്ത് വന്ന് ഇരുന്ന അപ്പം വരും 2 പൂച്ചകൾ സ്ഥിരമായിട്ട്. പൂച്ചകൾ വീട്ടിൽ വരുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നേക്കാം. പക്ഷേ പൂച്ചകളെ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പൂച്ചകളെ കാണാൻ നല്ല രസമാണ്. എനിക്കെന്തോ ഇവർ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ കിടക്കയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പൂച്ചകളെ ഇഷ്ടമല്ലാത്തത്. അല്ലാതെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൂച്ചകൾക്ക് മീനിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ നമ്മുടെ നങ്ക്, അതായത് മാന്തളൊക്കെ വെട്ടിക്കേക്ക് വൃത്തിയാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ പൂച്ചേനെ കണ്ടോ, ഇവിടെ 2-3-4 പൂച്ചകൾ വരും. അതിൽ വലിയ പൂച്ചയാണ് കേട്ടോ ഇത്. ഇതൊരു കണ്ടം പൂച്ചയാണ് കേട്ടോ. കണ്ടാൽ ഞാനും അമ്മയും ആദ്യം വിചാരിച്ചത് ഇതിനെ കണ്ടപ്പോൾ ഏതോ കാട്ടുപൂച്ചയാണെന്ന്. പക്ഷേ കാട്ടുപൂച്ചയൊന്നുമല്ല, ഏതോ ഒരു വീട്ടിൽ വളർത്തുന്ന നാട്ടുപൂച്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ മീനിതാ നല്ല വൃത്തിയിലൊക്കെ ഇങ്ങനെ തോലൊക്കെ ചീന്തിയെടുത്ത് കഴുകി. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. രാവിലെ എൻ്റെ തട്ടൽ കൊട്ടൽ കഴുകലും പിന്നെ അങ്ങനെ തുടയ്ക്കലും അടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി സമയമായി. അപ്പം ഇനി മീനും കൂടെ മുറിച്ച് കഴിഞ്ഞിട്ട് വേണം, മുറിച്ച് അമ്മേൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് ഞാൻ അലക്കാൻ നിൽക്കുക കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാട് അലക്കാനും ഉണ്ട്. അപ്പോൾ പിന്നെ മീൻ കറി വെക്കാൻ സമയമില്ല. അങ്ങനെ ഇതാ ഓരോ മീനും ഞാൻ ചീന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ചീന്തി എടുക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അങ്ങനെ മീനൊക്കെ ഇതാ വെട്ടി കഴുകി ഇതാ മുറിച്ച് കൊടുത്ത് അമ്മേൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. ഇനി അമ്മ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ
എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞു. ഒരുപാട് അലക്കാണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതാ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. രാവിലെ ഞാൻ പറഞ്ഞില്ലേ 3 കഷ്ണം പുട്ട് തിന്നത് എന്താ മനസ്സിലായില്ലേ, അതൊക്കെ ആവിയായി പോയിട്ടുണ്ട്. അപ്പോൾ നങ്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കിനും അമ്മ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നങ്ക് വരട്ടി വെച്ചത്, അതായത് മാന്തൾ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വരട്ടി വെക്കുകയെന്ന് പറഞ്ഞാൽ വറ്റിച്ചെടുത്തത്. അപ്പോൾ ഇന്നത്തെ ചോറും കറി ഇതാ. ചോറ്, അയില മാങ്ങ ഇട്ട് നാളികേരം അരച്ച കറിയുണ്ട്, പിന്നെ മാന്തൾ വരട്ടിയതുണ്ട്, പിന്നെ വാഴച്ചുണ്ടിൻ്റെ തോരനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇനി ഞാൻ വേഗം ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. താങ്ക് യു.